Hey guys, welcome back to our channel. So welcome back to another movie review guys. പ്രദീപ് രംഗനാഥൻ അഭിനയിക്കുന്ന പുതിയ പടമാണ് ഡ്യൂഡ്. ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നതും റൈറ്റ് ചെയ്തേക്കുന്നതും കീർത്തിശ്വരൻ എന്ന് പറയുന്ന ആളാണ്. പടത്തിന് മ്യൂസിക് ചെയ്തേക്കുന്നത് സായി അഭ്യങ്കർ ആണ്. പടത്തിനകത്ത് വരുന്ന മറ്റു കാസ്റ്റ് എന്ന് പറയുമ്പോൾ ശരത് കുമാർ ഉണ്ട്, പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് മമിത ബൈജു ഉണ്ട്, ഹൃദു ഉണ്ട്, അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന ഒരു പടമാണ് ഡ്യൂഡ് എന്ന് പറയുന്നത്. സോ പടത്തിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇതൊരു റൊമാൻറ്റിക് കോമഡി ജോണറിൽ പോകുന്ന പടമാണ്. കോമഡിയും കാര്യങ്ങളൊക്കെ നല്ല കിടുക്കനായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മളെ പിടിച്ചിരുന്ന് നല്ല രീതിക്ക് എൻഗേജിങ് ആകുന്ന രീതിയിലുള്ള കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. പ്രദീപ് രംഗനാഥൻ പുള്ളി തന്നെയാണ് ഇതിനകത്ത് ഷോ സ്റ്റീലർ. കാരണം പുള്ളിയുടെ ഈ ഇതുവരെയുള്ള പുള്ളിയുടെ എല്ലാ പടത്തിനകത്തും പുള്ളിയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ആ പടത്തിനകത്തെല്ലാം എടുത്ത് നിൽക്കുന്നത്. മറ്റുള്ളവരെക്കാട്ടിലും സ്കോർ ചെയ്ത് മുന്നിൽ നിൽക്കുക എന്നുള്ള ഒരു സ്റ്റൈലുണ്ടല്ലോ, പുള്ളി അത് ഈ പടത്തിനകത്ത് വിട്ടും കൊടുത്തിട്ടില്ല. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് വരെ പുള്ളി തന്നെയാണ് അടിച്ചടിച്ച് കയറി നിൽക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര കിടുക്കനായിട്ട് തോന്നിയത് നമ്മുടെ ശരത് കുമാറിന്റെ റോളാണ്. പുള്ളി ഇതിനകത്തൊരു പൊളിറ്റീഷ്യനാണ്. സോ പുള്ളിയുടെ റോളും പുള്ളി നല്ല കിടുക്കനായിട്ട്, കാരണം പുള്ളിയുടെ റോള് പുള്ളി ആയതുകൊണ്ട് പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവും റിയാക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ റോൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കൺവിൻസിങ് ആണ്. കുറച്ചും കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് മെന്റലി അത് വർക്കാവുന്ന രീതിക്കുള്ള ഒരു റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അത് നല്ല കിടുക്കനാണ് ചെയ്തത്. മമിതയുടെ റോളാണെങ്കിലും ശരി, നമ്മുടെ ഹൃദുവിൻ്റെ റോളാണെങ്കിലും ശരി, അതൊക്കെ നൈസായിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ തമിഴ് പടത്തിലേക്ക് മല്ലു ആക്ടേഴ്സ് പോകുമ്പോൾ ഒരുമാതിരിപ്പെട്ട സൈഡായി പോകുന്ന രീതിക്കാണ് മറ്റുള്ള പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ബട്ട് ഈ പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു പോർഷൻ തൊട്ട് ഫുൾ പടത്തിലേക്ക് പ്രദീപ് രംഗനാഥനോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്താണ് അവർ പോകുന്നത്. മമിതയുടെ റോൾ എനിക്ക് ആ ഒരു ക്യാരക്ടറൈസേഷൻ എനിക്ക് പേഴ്സണലി അങ്ങോട്ട് ഒരു ഇഷ്ടം തോന്നിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലറൊക്കെ വന്നപ്പോൾ ഞാൻ വേറൊരു രീതിക്ക് ഞാൻ ഇതിൻ്റെ കഥ എൻ്റെ മൈൻഡിൽ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു ട്രെയിലർ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഇത് മേക്ക് ചെയ്ത് വെക്കുമല്ലോ. പടം തുടങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴും ഞാൻ ഒരു പോർഷൻ എത്തിയപ്പോഴും ഇതിങ്ങനെ ഉണ്ടായി, ഓക്കെ ഇനി ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിക്ക് ഞാൻ വേറെ രീതിക്ക് ബിൽഡ് ചെയ്ത് വെച്ചു. പക്ഷേ പടം കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മൾ ഉദ്ദേശിച്ചത് പോലെ അല്ല, നമ്മൾ ഇങ്ങനെ അല്ലല്ലോ ഇത് വരേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ വരേണ്ടത്, അല്ലെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, പക്ഷെ എന്നാലും ഇത് ശരിയായില്ലല്ലോ എന്നുള്ള രീതിക്ക് കുഴപ്പിക്കുന്ന ഒരു ഇതിലാണ് എനിക്ക് തോന്നിയത്. മിതാ ബൈജുവിൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് പേഴ്സണലി എനിക്കത് അത്രയ്ക്ക് ഇങ്ങോട്ട് സുഖം തോന്നിയില്ല. ബട്ട് എനിവേ നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ കണ്ടുവരുന്ന മെയിനായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അവർ സംസാരിക്കുന്നുണ്ട് ഇതിനകത്ത്. ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ബ്രേക്കപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രേക്കപ്പിന് ശേഷം നമുക്കൊരു ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനല്ല നമ്മുടെ ലൈഫ് ഇനി മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അഡ്വാൻറ്റേജ്, അല്ലെന്നുണ്ടെങ്കിൽ റിവെഞ്ച്. ഇതാണ് നമ്മൾ നോർമലി കണ്ടുവരുന്നത്. ഇതല്ലാതെ ഇതിനപ്പുറത്ത് വേറൊരു സാധനങ്ങളുണ്ടെന്നുള്ള ഒരു സാധനം ഇവർ ഈ പടത്തിലൂടെ കാണിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല വൃത്തിയുടെ ഒരു വർക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, നൈസാണ്. നമ്മൾ ഈ ഒരു 2 മണിക്കൂർ നമ്മൾ പടം ഫുൾ ഓൺ ഫ്രം ബിഗിനിങ് ടു എൻഡ് വരെ നല്ല രീതിക്ക് എൻഗേജ് ആയിരിക്കുന്നുണ്ട്. പ്രദീപിൻ്റെ എൻട്രി ആണെങ്കിൽ ശരി, അതൊരു മാരേജ് കുളവാക്കുന്ന ഒരു സീനാണ് എടുത്തു വെച്ചേക്കുന്നതും. ആ ഒരു ലൈറ്റ് സെറ്റപ്പും അവിടെ ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ, അപ്പോൾ അവിടെ ഒരു കോലാഹലമാണ് ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിൽ പോലും അവരത് എടുത്തു വെച്ചേക്കുന്ന ആ ഒരു രീതിയെ കണ്ടു നല്ല രസമാണ്. അവിടെ തൊട്ട് ഫുൾ ഓൺ കോമഡിയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചധികം പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വേറെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോയിട്ട് ഒരു സീരിയസ് മാറ്റർ അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിർത്തും. എനിക്ക് ആ ഒരു നിർത്തുന്നത് ഓക്കേ എന്ന് ചോദിച്ചാൽ ഓക്കെയാണ്, ബട്ട് ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ഇല്ല എനിക്ക്. പ്രദീപ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ട്രെയിലറിൽ നമ്മൾ കേട്ടതാണ്. അതായത് കെട്ടുന്ന താലിക്ക് വാല്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കെട്ടുന്ന താലിക്കല്ല, ആ താലിയുടെ അപ്പുറത്തിരിക്കുന്ന പെണ്ണിനാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പറയുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നൈസായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു നൈസായിട്ട് ഇരുന്ന് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വസൂലായിട്ടുണ്ട് മൂവി. നൈസായിട്ടിരുന്ന് കാണാം. പിന്നെ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പടം നൈസാണ്. പ്രദീപ് രംഗനാഥൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇതുവരെ ചെയ്ത് വെച്ചിരുന്ന പടത്തിനകത്ത് പുള്ളി എന്താണോ കാഴ്ചവെച്ചിട്ടുള്ളത് ആ സാധനങ്ങൾ തന്നെ, എന്നാൽ ഇങ്ങോട്ട് വരുമ്പം ശകലം അവിടെ ഇവിടെയൊക്കെ എരിവും പൊടിയും മാറ്റി വേറെ രീതിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പക്ഷം ആ സെയിം തന്നെയാണ്. ബട്ട് പുള്ളിയുടെ പെർഫോമൻസ് വൈസ് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിക്കുള്ള പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ച ചെയ്യുന്നത്. ഓവറോൾ നൈസാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ശരത് കുമാർ ചെയ്തിട്ടുള്ളത് ഒരു പൊളിറ്റീഷ്യൻ്റെ ക്യാരക്ടറാണ്. പുള്ളിയുടെ പവർ എന്താണ്, പുള്ളിയുടെ ഹോൾഡ് എന്താണെന്നുള്ളത് പുള്ളി കാണിക്കുന്ന രീതിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല നൈസായിട്ടാണ് അവർ എടുത്തു വെച്ചേക്കുന്നതും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. ഓൾറെഡി പ്രദീപ് ചെയ്യുന്ന പടങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പടങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണോ നടക്കുന്നത് അതുമായിട്ട്
ഒരു കണക്ഷൻ വരുന്ന ഇതിലുള്ള പടങ്ങളാണ് പുള്ളി ഇതുവരെ ചെയ്തത്. ഇതും അങ്ങനെയൊക്കെ തന്നെ വരുന്ന കണക്ഷനുള്ള പരിപാടിയാണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ലവ് എന്ന് പറയുമ്പം ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ റിവഞ്ച് എടുക്കുക, ഇതാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. ബട്ട് ഇതല്ലാതെ ഇതിൻ്റെ അപ്പുറത്തൊരു സാധനങ്ങൾ ഉണ്ടെന്നുള്ളത് അവർ വൃത്തിയായിട്ട് അവർ ഈ പടത്തിനകത്തോടെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ അത് അവരെ കൊണ്ട് അത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സോ അതാണ് പടം ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. മിക്കവാറും ഇത് പ്രദീപിന്റെ ഹാർഡ് ട്രിക്ക് ആകാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. സോ യെസ് ഗൈസ്, അപ്പോൾ അതാണ് ഡ്യൂഡ് എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഗൈസ്, അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.